ഹായ്, റിയാലോ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഒരു എംപ്ലോയിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നിപ്പം ഞാൻ പഠിപ്പിച്ചുതരാം. ആദ്യം തന്നെ അഡ്മിനിൽ പോവുക. എംപ്ലോയി പോയി കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി അത് പുതിയതാണെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യുക. പുതിയത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കിവിടെ എംപ്ലോയിൻ്റെ നെയിം ഇവിടെ അടിക്കുക. എന്നിട്ട് അവരുടെ ജെൻഡർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അവർ നാഷണാലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ എന്താണെന്നുള്ള ഇത് കൊടുക്കാൻ പറ്റും. ഡേറ്റ് എപ്പോൾ മുതലാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ്, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ടീം, കോൺട്രാക്ട് ടൈം. കോൺട്രാക്ട് ടൈപ്പ് എന്ന് വെച്ചാൽ ഏതാണ് കോൺട്രാക്ട് ടൈപ്പ്, ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ, പാർട്ട് ടൈം ആണോ അല്ലെങ്കിൽ ഫുൾ ടൈം ആണോ ഉണ്ടാവുക എന്നുള്ള ഇതാണ്. ഇതിപ്പോൾ ഫുൾ ടൈം ആണെങ്കിൽ അൺലിമിറ്റഡ് കൊടുക്കുക. ഇതെപ്പം വരെയാണ് കോൺട്രാക്ട് എക്സ്പയർ ആകുന്നുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് കൊടുത്താൽ കോൺട്രാക്ട് എക്സ്പയർ നമുക്ക് ഇതാക്കാൻ പറ്റും. ആരണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, വിസ ആരെടുത്തു നിന്നാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫുള്ളി നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് ഇവിടെ ബേസിക് സാലറിയാണ്, എത്ര സാലറിയാണ് നമുക്ക് കൊടുക്കേണ്ടത്. പിന്നെ അവരെ ഓവർ ടൈമിന് എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അവർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കാൻ പറ്റും. ബാങ്കിൻ്റെ പേര് എന്തെങ്കിലും ബാങ്കിൻ്റെ പേര് കൊടുക്കാൻ പറ്റും. പിന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽസ്, മെമ്മോസ്, വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് ചെയ്താൽ മതി. താങ്ക് യു.